സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും രണ്ടുപേരത്തോട്ടം പറയണം. റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച് ദ 5 വീക്ക് ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അതൊരു സാധനമാണെന്ന്. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ. കത്തിയില്ലേ കത്തി, എൻ്റെ അമ്മോ. എടാ കാണിച്ചു തരാവേ, നോക്കട്ടെ ഇതിനകത്തത് കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചാനൽ #, ട്രെൻഡിങ് ഫോർ ഗെയിമിംഗ്. ഗൈസ്, സത്യം പറഞ്ഞാൽ ഈ വീഡിയോക്ക് ഇപ്പൊ 80,000 വ്യൂസ് അടുപ്പിച്ചെന്തോ ആയി. ഇത് അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ, മനസ്സിലായ? ഇത് അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. കിൽമോ ബ്രോ, താങ്ക് യു സോ മച്ച് 2 വീക്ക് ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ. താങ്ക് യു സോ മച്ച്. വേറെ ലെവൽ, ഒന്നും പറയാനില്ലെന്ന്. പിന്നെ അല്ല, താങ്ക് യു. ഇത് 1100 പേര്, 6600 പേര് എത്തിയല്ലേ. അതാ പറഞ്ഞ എല്ലാവരും എവിടെ പോയെന്ന്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഗൈസ് എല്ലാവർക്കും ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. അതൊരു സാധനമാണെന്ന് ഞാൻ പറഞ്ഞ അതാണ്. അവൻ്റെ ഓരോ വീഡിയോയ്ക്കും അവനൊരു യുണീക്നെസ് കൊണ്ടുവരും. ഇതെന്താ പറയാ, ഇതിപ്പോ എക്സാമ്പിൾ നമ്മൾ വിജയ് ഫാൻസിനൊക്കെ വേണ്ടിയിട്ട് പടം ഇറക്കൂലേ, വിജയ് ഫാൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പടം, അതുപോലെ TVA ഫാൻസിന് മാത്രമായിട്ടുള്ളൊരു പടമായിരുന്നത്. അയ്യോ കിടിലോ അല്ലേ. ഒന്നുകൂടെ കാണുന്ന എടാ, ഞാൻ ഇന്നത് എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുവിടറ. ഇനി ഒന്നുകൂടെ കാണാൻ വയ്യ. ഇനി എടാ അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഫേവറേറ്റ് സീൻ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാവേ. എൻ്റെ ഫേവറേറ്റ് സീൻ ഇതാണ്, ഞാൻ കാണിക്കാം. വെയിറ്റ്, എന്തോ പറഞ്ഞായിരുന്നല്ലോ ഇതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് സീൻ. എനിക്ക് ഇതിൽ ഇതായിട്ട് ഒരു സീൻ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ എൻട്രി അതൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ ഇതാ. ചെലക്കല്ലേ നിനക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല. 5 മിനിറ്റ് 5 മിനിറ്റ് നീ ഇപ്പോഴും വളർന്നിട്ടില്ലേ? നീ എത്ര കാലമായടാ? നീ ഇപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ അത്ര വളരുമ്പോ നീ വാ കേട്ടോ. നമുക്ക് ഓർച്ച എടുക്കാൻ അറിയത്തില്ലല്ലേ? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പാട്ട് 2 വട്ടം കേട്ട് കഴിച്ചു. സത്യം കേട്ടു, എന്റെ അമ്മോ. അല്ലടാ നിന്റെ കൂട്ടത്തിലുള്ളവൻ പറയുന്നില്ല നമ്മളെങ്ങ് അടിച്ചു മലത്തിന്. എപ്പോഴാണ് നീ അടിച്ചു മലത്തി ഒന്ന് പറഞ്ഞാക്കാതെ? സീറ്റങ്ങളെ അടിച്ചിട്ട് അവരുടെ പോയി മെസ്സ് അടിച്ചത് പോലെ 14-20 അത് ഏതാ സീന? അത് നോക്കട്ടെ, 14-20 ഏതാ നോക്കട്ടെ. 14-20 കുറെ ഫാൻസ് ഉണ്ടല്ലോ, നോക്കട്ടെ. മച്ചു ഇല്ലാത്ത ചുണ്ടിക്ക് ഇത്ര റിയാക്ഷൻ വേണോ? നിങ്ങളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, നോക്കിക്കോളെ. മാത്രമേ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അത് നോക്കിക്കോളെ. പറമ്പ് വെച്ചാൽ പന്നിയത് അവിടെ പെർമനന്റ് ആയിട്ട് ഒട്ടിച്ച്. എന്തെങ്കിലും ഒരു സാധനം അവിടെ തള്ളി വെളിയിലോട്ട് ഇരുന്നോട്ടത്. അയ്യോ എന്ത് സാധനമല്ലേ ഗൈസ്, കാണാത്തവർ ഡു വാച്ച്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കണ്ടന്റ് ഇടാൻ നമുക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. നമ്മൾ ആദ്യം ഒരു അതുപോലെ വേറൊരു സീനുണ്ട് കേട്ടോ ഇതിനകത്ത്. അതുപോലെ വേറൊരു സീനുണ്ട്, ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളെ. അതും കാണേണ്ട സീനാണ് നിങ്ങള്. ഈ സീൻ നോക്കിക്കോളെ. ഇനിയാണ് എന്റെ ഷോ. വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റെ? പയ്യനൊരു കംബാക്ക് ഒക്കെ അടിക്കാനായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അന്നേരമേ അടച്ചു കളഞ്ഞടാ. എന്ത് പറയാനല്ലേ. അപ്പൊ ഗൈസ് എന്തായാലും വീഡിയോ ഒക്കെ കാണാത്തവരൊക്കെ കുറെ റെസ്പോൺസ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ.
ഞാൻ നോക്കി 2598 കമന്റ്സ് ആയി ഇപ്പൊ തന്നെ. സോ നിങ്ങളൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ നമ്മളെ അറിയിക്കണം. ബ്രിഡ്ജ് കൊണ്ടുപോയെന്ന് വീഡിയോ സത്യമല്ലേ? ബ്രിഡ്ജ് കൊണ്ടുപോയല്ലേ വീഡിയോ? സുനിമോൻ കെട്ട് ഷൗട്ടെക്സോ? എടാ അങ്ങനൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും അടിപിടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ചെയ്തു തന്നതിൽ രണ്ടുപേരും ക്ലാസിക്കാ, മനസ്സിലായ? അങ്ങനെ ഒരു കമ്പാരിസണിന് ഇവിടെ എൻ്റെ ചാറ്റിൽ അത് പറയരുത്, എൻ്റെ ചാറ്റിൽ അത് പറയരുത്, മനസ്സിലായ? അത് അവരെ രണ്ടുപേരും കമ്പയർ ചെയ്യാം. രണ്ടുപേരുടെയും സ്കിൽ സെറ്റ് ഒന്നും കമ്പയർ ചെയ്യാനുള്ള അതൊന്നും ഇത് ചെയ്യാൻ അറിയാത്ത നമുക്കില്ല എന്തായാലും. അവർക്ക് രണ്ടുപേർക്കും ഓരോരോ ശൈലിയാണ്. അതിൽ ഇത്രയും നാൾ നീയൊക്കെ തീയും പുകയിട്ടത് അവൻ്റെ വീഡിയോയ്ക്കകത്താ. ഇന്ന് ആ കമ്പാരിസൺ എനിക്കില്ല. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്ത് എൻ്റെ ചാറ്റിൽ പറയരുത്, മനസ്സിലായ? അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ജോക്കിയുടെ സീൻ അതൊരു അതിൻ്റെയൊക്കെ ഗ്രേഡ് കണ്ട ഗൈസ് നിങ്ങൾ? ഈ ജോക്കിയുടെ സീനിന്റെ ഗ്രേഡ് കണ്ട നിങ്ങൾ? നോക്കിക്കോണേ, ആ ഒരു ഗോൾഡൻ നോക്ക്. ഇത് ഓറഞ്ച് ആൻഡ് ടീലാണ് ഈ ഗ്രേഡ്. എന്ത് രസമല്ലേ? ഓ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നോക്കടാ. ഇത് ഏതിലെ സീൻ? ഇത് ഏതിലെ ഡയലോഗ്? ഇത് തോർ ഏതിലെയാണിത്? ബാറ്റ്മാൻ തോറിന്റെ അല്ലേ ഇത്? തോറാ, ഓക്കെ ഓക്കെ. Why do we force? So that we can learn to pick ourselves up. ഇതിനകത്ത് ഒരു കമന്റ് കണ്ടായിരുന്നു, വല്ലപ്പോ ആണ്ടിലൊരിക്കലും ആക്റ്റീവ് ആവുന്ന ഒരു ക്യാരക്ടറിന് ഇതിൽ കൂടുതൽ ഓറ ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല. നോക്കിയില്ലേ? I'm not as strong as you. No. You're stronger. ആൻഡ് വേറൊരു കാര്യമുണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ടി വിയിൽ നമ്മൾ കണ്ണാപ്പിയും ബോബോയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈറാർക്കിയെ പറ്റി പറഞ്ഞതിനൊരു വലിയ കാര്യമുണ്ട്. ഇപ്പൊ ജോക്കിയെ വേണമെങ്കിൽ ഇപ്പൊ ജോക്കി ഇനാക്റ്റീവാ. ജോക്കിയെ വേണമെങ്കിൽ ഇപ്പം ഇത് ആരാ? എന്റെ കൊച്ചു വിഷമത്തിലാന്നോ? ലൈവിലാ? അയ്യോ അടിച്ച് പിരിഞ്ഞല്ലായിരുന്നു. തോറ്റില്ലേ? കളി നമ്മള് ബോയ്ക്കോട്ട് ചെയ്തു ടൂർണമെന്റ്. ടൂർണമെന്റ് ബോയ്ക്കോട്ട് ചെയ്ത് അടി. അവിടെ കുറെ ശത്രുക്കളുണ്ട്. 16 ടീമിനെ ശത്രുക്കളാക്കി നമ്മൾ വന്നു. ശത്രുക്കളാക്കി വെരി വെരി സ്കോഡ് പിരിച്ചുവിട്ട് അപ്പൊ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ആക്കി ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കിയത്. ഇന്നും തോറ്റുപോയി. ഇന്നും തോറ്റുപോയി. എന്ത് പറയാനടാ. അപ്പം നമ്മള് കഴിഞ്ഞ ദിവസം ആ ഹൈറാർക്കിയെ പറ്റി പറഞ്ഞതിന്റെ മെയിൻ കാര്യം പറയാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി ഇപ്പം ജോക്കി ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോക്കിയെ ഈ സെനാറിയോസിൽ നിന്നൊക്കെ ഒഴിവാക്കി ഇപ്പം നിർത്തിയിട്ട് നമ്മളുള്ള കണ്ടന്റ്സിലുള്ള ആൾക്കാരെ വെച്ച് മാത്രം കണ്ടന്റ് ചെയ്യാം, മനസ്സിലായോ? പക്ഷേ അങ്ങനെയല്ല. ടി വിക്ക് ഒരു ഹൈറാർക്കി നമ്മൾ ടോപ്പ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ജോക്കി ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ജോക്കിയുടെ ഇപ്പം എന്തൊക്കെ പറയല്ലേ, ലീഡർ എന്നൊരു സാധനം എനിക്കുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഗോഡ് ഫാദർ ആയിട്ടാണ് കണക്കാക്കണം പുള്ളിയെ. അപ്പം എനിക്ക് മുകളിലാണ് എൻ്റെ ടി വിക്കകത്ത് എൻ്റെ ഹൈറാർക്കിയിൽ ഞാൻ പറയണത്. ചിലപ്പോൾ ഡിസിഷൻ മേക്കിങ്സ് ഒക്കെ ഞാൻ പുള്ളിയെ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ വരാറില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യണേ. അപ്പം പക്ഷേ നമുക്ക് ഇൻ ഗെയിമിനകത്ത് അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്. അതിന് തൊട്ട് താഴെ വരുന്നത് ഇപ്പോൾ കറൻ്റ്ലി ചന്ദ്രനാണ്. നേരത്തെ സരക്ക് രായൻ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ കറൻ്റ്ലി വരുന്നത് ചന്ദ്രനാണ്. സോ ചന്ദ്രനെ ഇൻ ഗെയിമിൽ അവൻ്റെ കമാൻഡ്സ് അനുസരിക്കുക എന്നുള്ളത് മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നിങ്ങളിപ്പോൾ പറയല്ല, ഞാനത് തമാശയായിട്ട് പറയണമല്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ണാപ്പിയൊക്കെ ആക്റ്റീവായിട്ട് ഒരുപാട്, അതായത് ഒരു കണ്ടിന്യൂസ് ഒരു 6-7 മാസം ടി വിയിൽ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നൊരു 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം ആക്റ്റീവ് ആവുന്നതിൻ്റെ പുറത്ത് കണ്ണാപ്പിയൊക്കെ പിടിച്ച് ഇപ്പോൾ ഗാർഡിയനോ അങ്ങനെ ഒരു സ്ഥാനത്തോടൊക്കെ നമ്മൾ ആക്കാന്ന് പറഞ്ഞാൽ അതിനും മുകളിലോട്ട് നമ്മുടെ ടി വി ഏറ്റവും ഡൗൺ ആയിരുന്ന സമയത്ത് കണ്ണാപ്പി ബോബോയി ഇവരെല്ലാം ഗ്യാപ്പിലായിരുന്നു, മനസ്സിലായ? ഇവരെല്ലാം ഗ്യാപ്പിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ ടി വിക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുത്തു നിന്ന് ഒരുപാട് പേരുണ്ട്. എക്സാമ്പിൾ സാവേജ്, സ്നൈപ്പ്, മാഡി, നമ്മുടെ മന്ദാരം, കുറേ പേരുണ്ട് അങ്ങനെ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വന്നിട്ട് ഒരു സ്ഥാനം അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് ഭയങ്കര ബാലന്, വില്ലു, കീരി, അങ്ങനെ കുറേ പേരുണ്ട്, മനസ്സിലായി? ഞാൻ പറയാം, എല്ലാവരും എടുത്തെടുത്ത് പറയണില്ല, കുറേ പേരുണ്ട്, എനിക്കറിയാം. ഇവരൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് 10 ദിവസം ഇപ്പം കണ്ണാപ്പി കാണാൻ തുടങ്ങിയിട്ട് കൂടിപ്പോയ ഒരു 10-25-20 ദിവസമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിന് ഇൻസൈഡ് ദ പ്ലേയേഴ്സിൽ ഈഗോ വരും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എല്ലാ ഗ്യാങ്ങുകളോടും ഞാൻ പറയണ ഒരു കാര്യം, ഈ സിനർജി എന്ന് പറയുന്ന സാധനം
ഗെയിമിനകത്തും ഡിസ്കോഡിലും ബിൽഡ് ചെയ്യാനുള്ളത് മാത്രമല്ല, റിയൽ ലൈഫിൽ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട സാധനമാണ്. അത് ടി വിക്കകത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഇല്ലാതെ പോയപ്പോഴാണ് ടി വിയുടെ ഡൗൺഫാൾ എന്ന് വന്നത്. അതെനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യമാണ്, മനസ്സിലായ വലിയൊരു കാര്യം. അതിനുശേഷം നിങ്ങൾ റീബിൽഡിന് ശേഷം എത്ര മീറ്റപ്പ് വെച്ചെന്നറിയോ ഞാൻ? അത് വെറുതെ അല്ല കൈസ്. അതിനൊക്കെ നിങ്ങൾ ആലോചിക്കുക, 10, 45 പേരെ, 40 പേരെ, 35 പേരെ നമ്മൾ ഒരു സ്ഥലത്ത് 2-3 ദിവസം ഹോസ്റ്റ് ചെയ്ത് ഫുഡും എല്ലാം ആകുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് ആവും. ബട്ട് സ്റ്റിൽ അത് ചെയ്യുന്നത് നമ്മുടെ ഗ്യാങ്ങിൻ്റെ സിനർജി ബിൽഡ് ചെയ്യുക. ഇതിനകത്ത് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്ന എത്ര പേരുണ്ടായിരുന്നു അറിയോ ഗൈസ് നമ്മുടെ ടി വിയൊക്കെ തന്നെ. ഞാൻ സീരിയസ് ആയിട്ട്, അതായത് ഇവരൊക്കെ പല ഗ്യാങ്ങുകളിൽ നിന്ന് വന്നവരാ. അപ്പോൾ എനിക്ക് അടുത്തൊരു മീറ്റപ്പ് വെക്കാനുള്ള സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പം, കാരണം ഇമാരൊക്കെ ഇപ്പോൾ ഒരു വള്ളി മൂഡിലാണ് ഇപ്പോൾ എല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ കോൺഫിഡൻസ് ഒക്കെ എനിക്കൊന്ന് ബാലൻസ്ഡ് ആക്കണം. അത് ഓവറിലേക്ക് പോകാതെ എനിക്ക് ബാലൻസ്ഡ് ആക്കണം. അപ്പോൾ അടുത്തൊരു മീറ്റപ്പ് ഞാൻ ഉടനെ വെക്കും. ടി വിയുടെ ഒരു മീറ്റപ്പ് ഒരു മോസ്റ്റ്ലി ഈ മന്ത് അവസാനം. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ആദ്യമേയൊക്കെ ഒരു 2 ദിവസം 3 ദിവസം എവിടെയെങ്കിലും ഞാനൊരു നല്ല മീറ്റപ്പ് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരത്തൊക്കെ ഞാൻ നേരത്തെ ലൈവ് ഇട്ട് നേരത്തെ ഇതാക്കാനുള്ളൊരു കാര്യം പറഞ്ഞേക്ക്. മന്ത് എൻ്റെ ആയിരിക്കും 28 വരെയല്ലോ ഈ മാസം. അപ്പോൾ ഒരു മന്ത് എൻ്റെ ആ ഒരു സമയം 25, 26, 27 ഒക്കെ ആയിരിക്കും. #1 ആയെന്നോ? #1 ആയോ ഇവിടെ? നിർത്തിപ്പോ. എന്ത്? ലെറ്റ്സ് ഗോ. #1 ട്രെൻഡിങ്. രണ്ടാമതേ ഗെയിം തെറാപ്പിസ്റ്റിന്റെ വീഡിയോ ഉണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. എടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്, ഞാൻ നേരത്തെ യൂട്യൂബിൽ ലൈവ് ചെയ്യുമ്പോഴോ കണ്ടന്റ് ഇടുമ്പോഴും ഗെയിമിംഗ് കാറ്റഗറി ഇട്ടാൽ പോലും എൻ്റെ സ്ട്രീമിന് 280-300K വ്യൂസ് ഉള്ള സ്ട്രീം പോലും എൻ്റെ ട്രെൻഡിങ് അടിച്ചിട്ടില്ല. ഇപ്പോഴാണ് വന്നത് എനിക്കിത്. സത്യം പറഞ്ഞാൽ ഈ ട്രെൻഡിങ് ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല. നമ്മൾ എത്ര വീഡിയോ ഇട്ട് നമ്മുടെ ഇതിൽ ഹിറ്റായ വീഡിയോസ് പോലും ട്രെൻഡിങ് കയറിയിട്ടില്ല. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. IRL സ്ട്രീമോ? ഓണത്തിലെ പോലെ IRL സ്ട്രീം ഈ വട്ടം നമ്മൾ വല്ല മൂന്നാറോ അവിടെയൊക്കെ ആയിരിക്കും അവിടെ എടുക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് റേഞ്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ, ഞാൻ നോക്കാം, ഉറപ്പൊന്നും പറയണില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഞാൻ മറ്റന്നാൾ 7-ാം തീയതി ഞാൻ മാലിടാൻ പോവാണ്. ശബരിമല പോകണം. ഈ മാസം ശബരിമല പോകുന്നുണ്ട്. അമ്മ ആദ്യമായിട്ടാണ് ശബരിമല പോണേ. അപ്പോൾ അമ്മയ്ക്ക് ശബരിമല പോകുമ്പോൾ ഞാൻ ഒത്തിരി വട്ടം പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് 4-5-6 വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല. അതിനു മുമ്പ് കുറേ വട്ടം പോയി. ഒരു 10-15 വട്ടമെങ്കിലും പോയിട്ടുണ്ടാവും ശബരിമലയിൽ. അമ്മ ആദ്യമായിട്ടാണ് പോകണം. അപ്പോൾ അമ്മയുടെ കൂടെ എനിക്കൊന്ന് പോകണം. നമ്മുടെ പത്തനംതിട്ടയിലല്ലേ അയ്യപ്പൻപുറം ഉള്ളത്. പുള്ളിയെ കുറേ നാളായി പോയി കണ്ടിട്ട്. അതുപോലെ വേറൊരു കാര്യമോട്, ഇന്ന് രാവിലെ ഉറങ്ങി കിടന്നപ്പോൾ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് കേട്ടാ. എന്തോ ചെക്ക് കേസ് ഉള്ളത്. ഞാൻ ഞെട്ടി എണീറ്റിട്ട്, ചെക്ക് കേസാ? ജീവിതത്തിൽ ഞാനൊരു ചെക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ കേട്ടാ. ഇതെല്ലാം കറക്റ്റ് എൻ്റെ തലയിൽ എങ്ങനെ വരണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ 2026 ഫുള്ള് കേസ് ബഹളം, കോൺട്രവേഴ്സി ഒന്നുമല്ല, കേസ് ബഹളം ഇതൊക്കെയാണ്. ആരോ അവിടെ പേര് കൊടുത്തതിനകത്തുനിന്ന് അവിടുത്തെ ഇതിൽ കൊണ്ട് ചെയ്ത് കൊടുത്തത് ഈഗിൾ എന്നൊരു പേരുണ്ടായിരുന്നു. അതിനകത്ത് എന്തോ ഈഗിൾ സ്റ്റോഴ്സ് അങ്ങനെ എന്തോ ഒരു സ്റ്റോറീസോ അങ്ങനെ എന്തോ ഒരു പേര്, അതവരുടെ കമ്പനിയുടെ പേരാ ശരിക്കും. ഇവർ ഈഗിളെന്ന് കേട്ടപ്പോൾ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്ന് മമ്മി വിളിച്ചിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട്, ഇത് സമാധാനമില്ലല്ലോ മനുഷ്യരോട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത്. ഞാൻ എന്ത് പറയണം ഗൈസ്, ഇതൊക്കെ എങ്ങനെ എൻ്റെ തല വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ഈ വർഷം കേസ് ബഹളമായിരുന്നു എൻ്റെ തലയിൽ. എല്ലാം കൂടെ എനിക്ക് സമാധാനം ഇല്ലാണ്ടായി. അപ്പോൾ എന്തായാലും ഈ സമാധാനക്കേടുള്ളതുകൊണ്ട് അയ്യപ്പൻ ബ്രോയെ ഒന്ന് പോയി കണ്ടിട്ട് എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം നാട്ടിലല്ലേ. അപ്പോൾ ശബരിമല പോകണം. 17-ാം തീയതി ആയിരിക്കും ഞാൻ ശബരിമല പോകണം. 17-ാം തീയതി 16-ാം തീയതി ആയിരിക്കും ശബരിമല പോകണം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. സായിപ്പിൻ്റെ സ്റ്റോറി എന്താ? സായിപ്പ് പോപ്പി. അനിൽ കേസ്. ഹായ് അനിൽ കേസ്. സ്കൈ ഹൈ സ്പെക്ടാക്കിൾ February 5, 2026. ക്യാൻ വി പ്ലേ അഗെയിൻ പലേറ്റോ സുമോ? ദ ഇവന്റ് ഈസ് കമ്മിങ് ബാക്ക് അഗെയിൻ. അമ്പോ, ആ പഴയ ഇവന്റ് വരുന്നുണ്ടല്ലേ. സാഹിബിന്റെ കൂടെ പോയി PUBG കളിച്ചാലോ കുറച്ച് ദിവസം. നമുക്ക് അവിടെ എക്സ്പോഷർ കുറവല്ലടാ. നമ്മളവിടെ പോയി കളിച്ച നമ്മൾ എക്സ്പോഷർ കൂട്ടാനാണെന്ന് നാളെ TJ പറയും. നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കണ്ടായിരുന്നോ ഗൈസ്? TJ vs KVS സിറ്റുവേഷൻ ആയ സമയത്ത്
അല്ല TJ vs TV സിറ്റുവേഷൻ ആയ സമയത്ത് അതിനകത്ത് ഒരുത്തരിരുന്ന് പറയുമായിരുന്നു, പുള്ളി ഇടയ്ക്ക് വെച്ചിട്ട് സായിപ്പിനെ പിടിക്കാൻ പോയി, സായിപ്പിന്റെ കൂടെ PUBG കളിച്ച് വ്യൂസ് ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നെ സായിപ്പ് വിളിച്ചതാടാ കളിക്കാൻ. സായിപ്പിനോട് ചോദിച്ചാൽ എന്നെ എടാ നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാ. അവൻ എന്നോട് എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, അവൻ നമ്മൾ കളിക്കാൻ വരുമ്പോൾ നമ്മുടെ കുറച്ച് ഓഡിയൻസ് അവിടെ ലൈവ് കാണാൻ ചെല്ലാറുണ്ട്. അപ്പം അങ്ങനെ അവനാണ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന്. നേരെ തിരിച്ചാണ് ഇവന്മാരൊക്കെ പറഞ്ഞു വരുത്തിക്കണം, നേരെ തിരിച്ചാണ് കേട്ടാ ബ്രോ. എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഇന്നത്തെ ഈ വീഡിയോ ഇല്ലേ, ഈ വീഡിയോ അപ്പാക്കുന്നതിന് ഒരു 25 മിനിറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞവൻ 1.5 മണിക്കൂർ ലൈവ് ഇട്ട് കഴിഞ്ഞാലും വരുന്നതിൻ്റെ 10 ഇരട്ടി വ്യൂസ്. ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിൽ. മനസ്സിലായി? ഈ VC-യിൽ ഇരുന്ന് ഈ ഡയലോഗ് അടിച്ചവൻ പറയുന്നവൻ അവൻ ഇനി ചിലപ്പം അവർ 10-20 പേരെ തുണിയില്ലാതെ കൊണ്ട് നിർത്തിയാൽ പോലും ആ ലൈവ് കാണാൻ വരുന്ന 1.5 മണിക്കൂറിൽ വരുന്ന കൗണ്ട് ഇവിടെ ഈ ഇതിന് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ബ്രാൻഡ് അത്രേ ഉള്ളൂ, പിന്നല്ല അവൻ്റെയൊക്കെ വായ്ത്താളം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. നമുക്ക് അപ്പോൾ ഇന്ന് ഇവിടെ എന്താ ഇവിടെ VC-യിൽ ഇവിടെ ഏബില് ലൈവ് ഒക്കെ ഇട്ടിരിക്കുന്നു. ഏതോ ഹലോ എന്താടാ ലൈവ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ? എന്തൊരു ലൈവ്? ഒമേഗിളിലോ? ഗൈസ്, ഏബലിനെ കണ്ടോ നിങ്ങളാരല്ലോ? ഏബലിന് നാണം വന്നു കേട്ടോ. ഏബലിന് നാണോ മാത്രം ഇല്ലാത്തായിട്ടുള്ളൂ. എന്താ നീ ആണുങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യുന്നത്, നീ പെണ്ണുങ്ങളെ മാത്രമേ സംസാരിക്കുള്ളൂ? അണ്ണാ ഇല്ല, ഞാൻ എല്ലാരോടും സംസാരിക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നാണോ മാനുള്ള ടൈപ്പ് അല്ല, അത് മാത്രം. ഇവിടെ ഒമേകളൊക്കെ കട്ട് ചെയ്ത് ഇവിടെ ക്യാമറ ഓൺ ആക്കിയതാ. ചുമ്മാ ഇരുന്നപ്പോ തന്തക്കൂടെയൊക്കെ കിട്ടി. അപ്പൊ പിന്നെ അങ്ങ് പോയി. ഡെസ്റ്റോട് ഉണ്ടോടാ? ബൂട്ട് ക്യാമ്പിലോട്ട് പോയോ? മോർണിംഗ് വന്ന് പിന്നെ PC എല്ലാം സെറ്റ് ആക്കിട്ട് വൈഫൈ എടുത്ത്. ഓ സെറ്റടാ, സെറ്റ്. ഇനി ഉണ്ടാവില്ലേ അപ്പൊ? ഈവനിങ് 6 വരാം. ഫുൾ അവൈലബിൾ. 6 മണി. നിനക്ക് 6 മണി വരെ അവിടെ എന്താ കളിക്കാൻ പറ്റത്തില്ല അപ്പം? ഇല്ല, വാലറന്റ് മൊബൈൽ എങ്കിൽ അഗ്രിമെന്റ് സൈൻ ആക്കി. നീ വാലറിന് മൊബൈൽ കളിക്കുന്നുണ്ടോ? അതെ. ഓ ഓക്കെ. സെറ്റ്. കളിക്ക്. അങ്ങനത്തെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് ഒക്കെ കളിക്ക്. അതെ, മോർണിംഗ് ടു ഈവനിങ് സ്പോർട്സ് ഗ്രൈൻഡ് അടിച്ച് ഈവനിങ് ടു നൈറ്റ് RP സ്ട്രീം ആണ്. അതെ പറയത്തുള്ളൂ. ഫുൾ ടൈം ഈ ഗെയിമിംഗ് കൊണ്ട് ഇരിക്കല്ലടാ, ഫുൾ ടൈം ഈ RP കളിച്ചോണ്ടിരിക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. നിന്റെ ഇത് ഏതാ ലൈനപ്പ്? ഏതാ ലൈക്ക് ഓൾഡ് TT പ്ലേയേഴ്സിലെ ഒരു 2 മെമ്പേഴ്സ് ഇപ്പൊ റാൻഡം ഓർഗ് ഏതാ? ഓട്ടോബോട്ട്സ്. കോച്ച് ആൾറെഡി കോച്ച് ഉണ്ടല്ലോ. കോച്ച് ഉണ്ടല്ലോ. ഓൾ ദ ബെസ്റ്റ്. ഇത് എന്നാണ് ഗ്ലോബൽ റിലീസ്? എന്നാടാ ഇതിന്റെ ഗ്ലോബൽ റിലീസ്? ഇന്നു ഒരു 2 months ഐ ഗസ്. ലീക്ക്ഡ് ന്യൂസ് ഉണ്ട്, അത് 2 months പറഞ്ഞു. നീ ഇവിടെ ഒമേകളും കേറി ഇരിക്കട്ടാ. എന്തോ കേട്ടില്ല. ഇറ്റാലിയൻ ബിയർഡ് അത്ര ഇടത്തല്ല ആകെ ഉള്ളൂ നിനക്ക്? അല്ല ഫുൾ ഉണ്ടായിരുന്ന കട്ടിച്ച് കാണാ. ഞാൻ എണ്ണനെ പോലെ തന്നെ കട്ടിത്താടിയാണ്. കമ്മിറ്റിക്കാരെ റെഡിയായി. കമ്മിറ്റിക്കാരെ അടിക്കാനുള്ള അടിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് തോറ്റോണ്ടാണോ? അല്ല, പിന്നെ വേറെ കാര്യമാണ്. നിങ്ങളെ കളിപ്പിച്ചില്ല? ഒബ്ജക്ഷൻ വെച്ച് എന്റെ ബോൾ തിരിയണം പറ്റണം. ഞാൻ എന്നോട് നേരെ എറിഞ്ഞ് 6 അടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കളിച്ചായിരുന്നു. സമ്മതിച്ചില്ല. അപ്പൊ ഇനി ആ ഗ്രൗണ്ടിലോട്ട് പോകാൻ പറ്റില്ല. ഇല്ല, വിലക്കായി നമ്മളെ. ഓക്കെ ഗൈസ്, അപ്പൊ കൊച്ചിയിൽ ഒരു ഗ്രൗണ്ട് അങ്ങ് പോയി കിട്ടി. താങ്ക് യു സോ മച്ച്. ഓക്കെ കേബ്രേ. അണ്ണനെ ഇറ്റാലിയൻ പേര് ട്രൈ ആക്കണ്ട. ഞാൻ അതാ പറയുന്നത്. എന്റെ വേസ്റ്റ് ക്യാമറ കണ്ട? എനിക്ക് ആകെ താടിയുള്ളത് അവിടെയാണ്. ഇത് ഞാനിപ്പോ അതുകൂടെ വടിച്ചു കളഞ്ഞു കഴിഞ്ഞാ പോയി, കംപ്ലീറ്റ് ആയിട്ട് പോകും. അണ്ണ എനിക്ക് ഇവിടെയാണ് താടിയൊക്കെ എന്തിനാ? അതെ, േശനൊക്കെ അവിടെ കൊട്ടത്താടി അല്ല വട്ടത്താടി പറയരുത്. അവിടെ ആശ് നമ്മള് വണ്ടടിച്ച്
അപകട എന്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ട്രെൻഡിങ് കേറുന്നു ഇത്രയും നാളത്ത്. ആ അത് 25 മിനിറ്റോ? അയ്യോ അത്രയുള്ള പിന്നെ അല്ല മഞ്ഞ ഹൈപ്പാണ് നമ്മള്. ഹൈപ്പ് കേറി കേറി എങ്ങോട്ട് ഇത്? ടെസ്റ്റോസ്റ്റെറോൺ മാറ്റേഴ്സോ അതൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്താ അതേ ഒരെണ്ണം താഴെ ഇരിക്കണോണ്ട് എടുത്തിട്ട് വരണോ അവനെ? വേണ്ട 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 വേണ്ട. കടിപ്പിക്കണോ അവനെയൊക്കെ? അല്ല പിന്നെ അണ്ണാ എനിക്കും അങ്ങനെ അണ്ണാ ദിവസം താടി ഷേവ് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കും. ആണല്ലേ? താടി നന്നായിടാ, ഡെയിലി നന്നായി. ഷേവ് ആണ്. എന്താ ചെയ്യാനാന്ന് പറ. കാടാണല്ലോ. പാർട്ട് 2 വരുമോ? എന്ത് പാർട്ട് 2 ഇതിനകത്ത്? ഇരുപമാര് 4 വട്ടം അടിക്കണം പാർട്ട് 2 ഉണ്ടാക്കണമെങ്കിൽ. ഇടിയില്ല. കേറി കേറി എങ്ങോട്ട് ഇത്? മിക്കവാറായിട്ട് സാവേജിനെ ഇന്ന് കൊണ്ടുപോകട്ടെ. 24 hours ആണ് ഇന്ന്. സാവേജിനെ ഇന്ന് 24 മണിക്കൂർ ഹോസ്റ്റേജാ സാവേജ്. ഫസ്റ്റ് ലൈവ് ഞാൻ ഇന്ന് ഇട്ട പോലും ഇല്ല. ഉറപ്പായിരുന്നു എനിക്ക് ഫസ്റ്റ് ലൈവ് ഇട്ടാ ഹോസ്റ്റേജ് എടാ നീ ഇടണോന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ എന്നാ പോണേ ഇവലെ? അണ്ണാ എന്റെ അണ്ണനെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം അണ്ണാ. വിളിക്കാം. നല്ല ഓക്കെ, കഥനാഥ പറയാം. അതിനകത്ത് പറയണ്ടല്ലേ? അവിടുന്ന് പറഞ്ഞിട്ടല്ലേ? പറയണ്ടെന്നാ പറയാനായിട്ട് കരയണം. റിയൽ ലൈഫിൽ ഡിഫറൻസിലാണ്. അതെ 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 അതെ. ഗൈസ് 2 മാസം ടി വിക്കകത്ത് കളിക്കാൻ വന്നവനാണ് ഇവല്. 2 മാസം ഉണ്ടാ, 2 മാസത്തോടെ ഉള്ളൂ എന്ന് പറഞ്ഞു വന്നതാ. ഇതിപ്പോ ബാധ്യതയായിട്ടാ. ഇതിന് ഇവര് ഞാൻ തന്നെ നോക്കട്ടെ വരും ഇവര്. അണ്ണാ അത് അണ്ണാ എന്റെ ഒരു ബാധ്യതയുടെ ലിസ്റ്റും എല്ലാം അയച്ചു തരാം. അയച്ചുതരാല്ലേ? ഉലകം ചാപ്റ്റർ 2. എടാ ഉലകം നമ്മള് ചാപ്റ്റർ 2 ചെയ്യാത്തതെന്ന് പറഞ്ഞാല് അതിന്റെ സ്ക്രിപ്റ്റിംഗ് പൊക്കോണ്ടിരിക്കണത് 2ാമത്തെ പാർട്ടിലെ മെയിൻ ഹീറോസ് എന്ന് പറയണത് മെന്നിയും പിന്നെ ആരായിരുന്നടാ? മെന്നിയും മറ്റേ ഇവരെ കട അത് മാറ്റിയ കഥ. അത് റൈസിന്റെ റൈസിന്റെ 2ാമത്തെ പാർട്ട് വരാത്തത്, അത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ ഇതൊക്കെ പിത്തൽജി, മെന്നി, അത് കഴിഞ്ഞാൽ റിബലിന്റെ എപ്പിസോഡ്, അങ്ങനെയായിരുന്നു അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അതിന്റെ ബാക്ക് സ്റ്റോറി ഇതെല്ലാം രായന്, ബുള്ളറ്റ്, അങ്ങനെ കുറച്ച് പേരാണ് അതിനകത്ത് വരുന്നത്. അതിന്റെ ബാക്ക് സ്റ്റോറി എല്ലാം അവര് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് നടന്നില്ല, മനസ്സിലായോ? അതാണ് പ്രശ്നം. എന്തായാലും നോക്കാം, എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നീ ഇവിടെ എന്ത് തല ആട്ടിക്കൊണ്ടിരിക്കണ ഫേസ് ക്യാം വിട്ട്? ഞാൻ ലൈവ് ആണോ സൈഡി മൊബൈലിൽ നോക്കുക. അത് ലൈവ് നോക്കിയാണ്ടിരിക്കായിരുന്നു എണ്ണന്റെ. ഞാൻ താഴെ ഉണ്ടാവും, ഞാൻ ഡിസ്കോഡ് റോൾസ് നോക്കട്ടെ. ആണ ഓക്കെ ഗൈസ്.